നമസ്കാരം. കരുവാറ്റ മാടപ്പുരയ്ക്കൽ പടിയിട്ടതിൽ ശിവൻകുട്ടി ചെട്ടിയാർ എന്ന 67കാരന്റെ ദാരുണമായ കൊലപാതകത്തിലേക്ക് നയിച്ച പെട്ടെന്നുള്ള കാരണമൊക്കെ വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. കേസിൽ കുറ്റാരോപിതയായ 13കാരിയെ കൊച്ചുമകൾക്ക് വീട്ടിൽ നിന്ന് സ്വർണം മോഷ്ടിക്കാൻ സാധിക്കാതെ പോയതാണ് കൊലപാതകം വേഗത്തിലാക്കുവാൻ പ്രതികളെ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയായിരുന്നു കരുവാറ്റ നടിക്ക് കൊലപാതകം നടന്നത്. എന്നാൽ അന്നു രാവിലെ, അതായത് ശനിയാഴ്ച പകൽ സമയത്ത് വീട്ടിൽ ആരുമില്ലാത്ത നേരം നോക്കി പെൺകുട്ടി വീട്ടിലെ സ്വർണം സൂക്ഷിച്ചിരുന്ന അലമാര സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കുത്തി തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ സമയം പുറത്തു പോയിരുന്ന ശിവൻകുട്ടി ചെട്ടിയാർ അപ്രതീക്ഷിതമായി വീട്ടിലേക്ക് മടങ്ങിയെത്തി. കൊച്ചുമകൾ അലമാര പൊളിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം കൈയോടെ പിടികൂടി. കുട്ടിയെ കടുത്ത ഭാഷയിൽ ശാസിച്ച ശിവൻകുട്ടി അവളുടെ കയ്യിലുണ്ടായിരുന്ന സ്ക്രൂ ഡ്രൈവർ പിടിച്ചു വാങ്ങി നിലത്തെറിയുകയും ചെയ്തു. ഇത്രയും കൊണ്ട് അദ്ദേഹം നിർത്തിയില്ല. ഈ മോഷണ ശ്രമ വിവരം കുട്ടിയുടെ അമ്മയെയും മറ്റു ബന്ധുക്കളെയും അറിയിക്കുമെന്നും അദ്ദേഹം കർശനമായി മുന്നറിയിപ്പ് നൽകി. താൻ വിചാരിച്ച രീതിയിൽ ആഡംബര ഫോൺ വാങ്ങാൻ സ്വർണം മോഷ്ടിക്കാനുള്ള പദ്ധതി പാളിയെന്നും മുത്തശ്ശൻ വിവരം പുറത്തു പറഞ്ഞാൽ തന്റെ എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുമെന്നും പെൺകുട്ടി ഭയന്നു. തന്റെ മൊബൈൽ ഉപയോഗത്തെയും സുഹൃത്തുക്കൾക്കൊപ്പമുള്ള സഞ്ചാരത്തെയും നിരന്തരം ശാസിച്ചിരുന്ന മുത്തശ്ശനെ ഇല്ലാതാക്കുകയല്ലാതെ മറ്റ് വഴികളില്ലെന്നും പെൺകുട്ടി ഉറപ്പിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിൽ പെൺകുട്ടി തന്നെയാണ് വൈരാഗ്യത്തിന്റെ ഈ കറുത്ത അധ്യായം തുറന്നു പറഞ്ഞിരിക്കുന്നത്. ശിവൻകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം പ്രതികൾ കവർന്നത് 4.5 പവൻ വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ്. ഈ സ്വർണം വിൽക്കാൻ പ്രതികളെ സഹായിച്ച കൊല്ലം പരവൂർ കല്ലുംകുന്ന് സ്വദേശിയായ 21കാരനെ കേസിൽ പ്രധാന സാക്ഷിയാക്കാൻ പോലീസ് തീരുമാനിച്ചു. കൊലപാതകവും സ്വർണ്ണ കവർച്ചയും ആസൂത്രണം ചെയ്ത പെൺകുട്ടിയുടെ നിർദ്ദേശപ്രകാരം പരവൂർ സ്വദേശികളായ 3 ആൺകുട്ടികൾ ഓഗസ്റ്റ് 15 ശനിയാഴ്ച രാത്രിയാണ് ഹരിപ്പാട്ടെത്തി കൃത്യം നിർവഹിച്ചത്. 16-ാം തീയതി ഞായറാഴ്ച പുലർച്ചെയോടെ ഇവർ തിരികെ പരവൂരിലെത്തി. തങ്ങൾ കവർന്ന 4.5 പവൻ സ്വർണം ഇവർ സുഹൃത്തായ ഈ കല്ലുംകുന്ന് സ്വദേശിയെ ഏൽപ്പിക്കുകയായിരുന്നു. തന്റെ സുഹൃത്തുക്കളിൽ ഒരാളുടെ അമ്മയുടെ സ്വർണ്ണാഭരണമാണിതെന്നും അമ്മയുടെ ചികിത്സയ്ക്കായി ഇത് പണയം വെക്കാനോ വിൽക്കാനോ സഹായിക്കണമെന്നുമാണ് പ്രതികൾ ഈ യുവാവിനോട് പറഞ്ഞത്. സ്വർണം വിൽക്കുവാൻ ഔദ്യോഗികമായി ആധാർ കാർഡ് ആവശ്യപ്പെട്ടതിനാലാണ് പ്രതികൾ ഈ യുവാവിന്റെ സഹായം തേടിയത്. തുടർന്ന് ഇയാൾ ആഭരണങ്ങളിൽ ഉണ്ടായിരുന്ന 1.5 ഗ്രാം തൂക്കം വരുന്ന മോതിരം പരവൂരിലെ ഒരു ജ്വല്ലറിയിൽ 16,500 രൂപയ്ക്ക് വിറ്റ് പണം പ്രതികൾക്ക് കൈമാറി. ഈ യുവാവിനെ കേസിൽ പ്രതി ചേർക്കാനായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് ആലോചിച്ചത്. എന്നാൽ ഈ കൊലപാതക വിവരം അറിയാതെയാണ് ഇയാൾ സ്വർണം വിൽക്കുവാൻ സഹായിച്ചതെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലും ഇയാളുടെ കൃത്യമായ സാക്ഷി മൊഴി കോടതിയിൽ പോലീസിന് കണ്ടെത്തലുകൾക്ക് കൂടുതൽ നിയമബലം നൽകുമെന്ന നിയമോപദേശത്തിന്റെ വെളിച്ചത്തിലുമാണ് ഇയാളെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി പ്രധാന സാക്ഷിയാക്കാൻ പോലീസ് തീരുമാനിച്ചത്. യുവാവ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി സ്വർണ്ണാഭരണങ്ങൾ ഇയാളുടെ വീട്ടിൽ നിന്നും വിറ്റ മോതിരം പരവൂരിലെ ജ്വല്ലറിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. സ്വർണം വാങ്ങിയ ജ്വല്ലറി ഉടമയും കേസിൽ നിർണായക സാക്ഷിയാകും. കേസിന്റെ ശാസ്ത്രീയ അന്വേഷണത്തിലേക്ക് പോലീസ് കൂടുതൽ ശക്തമായി കടക്കുകയാണ്. ചേർത്തല മായിത്തറയിലെ സംരക്ഷണ കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുന്ന പ്രായപൂർത്തിയാകാത്ത 3 ആൺകുട്ടികളെയും ഹരിപ്പാട് പോലീസ് ഇന്ന് ഔദ്യോഗികമായി കസ്റ്റഡി വാങ്ങും. വിരലടയാളം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിനും പ്രതികൾ വീടിനുള്ളിലേക്ക് വെന്റിലേഷൻ വഴി എങ്ങനെയാണ് പ്രവേശിച്ചത് എന്ന് കൃത്യമായി ഉറപ്പുവരുത്തുന്നതിനുമായാണ് ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത്. അതേസമയം കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രത എന്ന പോലീസ് കണ്ടെത്തിയ 13കാരിയായ കൊച്ചുമകളെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം കോഴിക്കോട്ടെ ഗവൺമെന്റ് ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റിയിരിക്കുന്നു. നിയമപ്രകാരം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്ന പെൺകുട്ടികളെ പാർപ്പിക്കുന്നതിനുള്ള ഒബ്സർവേഷൻ ഹോം കോഴിക്കോടാണ് ഉള്ളത്. ആൺകുട്ടികളെ പാർപ്പിച്ചിരിക്കുന്നത് ചേർത്തല മായിത്തറയിലുമാണ്. ഈ പെൺകുട്ടിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉൾപ്പെടുന്ന പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുവാൻ പോലീസ് നടപടികൾ ആരംഭിച്ചു. കുട്ടി വളർന്ന പ്രശ്നങ്ങൾ നിറഞ്ഞ കുടുംബാന്തരീക്ഷവും കുട്ടിയുടെ മാനസിക നിലയും പെരുമാറ്റത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ടാകാമെന്ന വിലയിരുത്തലിലാണ് പോലീസ്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ബോർഡിന്റെ സാന്നിധ്യത്തിലാകും കുട്ടിയുടെ മാനസികാവസ്ഥ പരിശോധിക്കുന്നതും തുടർ ചോദ്യം ചെയ്യലുകൾ നടത്തുന്നതും. സ്വന്തം കൊച്ചുമകളുടെയും കൂട്ടുകാരുടെ ക്രൂരതയ്ക്കിരയായി ജീവൻ വെടിയേണ്ടി വന്ന ശിവൻകുട്ടി ചെട്ടിയാരുടെ സംസ്കാര ചടങ്ങുകൾ കണ്ണീരിടിഞ്ഞ അന്തരീക്ഷത്തിൽ കഴിഞ്ഞ ദിവസം നടന്നു. ജീവിതകാലം മുഴുവൻ തന്റെ മക്കൾക്കായി ഒരു നല്ല നാളെ സ്വപ്നം കണ്ട അച്ഛന് ഒടുവിൽ ചിതയൊരുങ്ങിയത് മക്കൾക്കായി അദ്ദേഹം പടുതുയർത്തിക്കൊണ്ടിരുന്ന പുതിയ വീടിന്റെ മുറ്റത്തായിരുന്നു. കുടുംബത്തോടൊപ്പം പുതിയ വീട്ടിലേക്ക് താമസം മാറുവാൻ അനേകരെ ആഗ്രഹിച്ചിരുന്ന ശിവൻകുട്ടി ദിവസവും ഈ വീടിന്റെ പണികൾ നേരിട്ട് കണ്ട വിലയിരുത്തുമായിരുന്നു. മക്കൾക്കായി 2 വീടുകളാണ് അദ്ദേഹം നിർമ്മിച്ചിരുന്നത്. അതിൽ ഒന്നിന്റെ പണി ഏകദേശം പൂർത്തിയായിരുന്നു. 2ാമത്തെ വീടിന്റെ ഫൗണ്ടേഷൻ ജോലികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ കൊലപാതകം നടന്നത്. തന്റെ മകളുടെ പ്രസവ സംബന്ധമായ ആവശ്യത്തിനായി ഭാര്യയും മറ്റു കുടുംബാംഗങ്ങളും ആശുപത്രിയിലായിരുന്ന സമയത്താണ് ഈ കരുവാറ്റയെ നടുക്കിക്കൊണ്ട് ഈ ക്രൂരത അരങ്ങേറിയത്.
വിദേശത്തായിരുന്ന മകൾ നാട്ടിലെത്തിയ ശേഷമാണ് മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയത്. മകൾക്കായി പണിത ആ സ്വപ്ന ഭവനത്തിൽ മുറ്റത്തൊടുവിൽ ആ അച്ഛൻ അന്ത്യനിദ്ര പുൽകി. ഈ 13-കാരിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും അവളുടെ മനോഭാവവും കണ്ട അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഭാരവാഹികളും. ഒരു മനുഷ്യൻ ദാരുണമായി കൊല്ലപ്പെട്ടിട്ടും ഈ പെൺകുട്ടിക്ക് യാതൊരുവിധ കുറ്റബോധവും ഉള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടില്ല. കേസിന്റെ ആദ്യഘട്ടം മുതൽ ചോദ്യം ചെയ്യലിന്റെ വിവിധ ഘട്ടങ്ങളിൽ വരെ വളരെ സാധാരണമായ രീതിയിൽ തന്നെയാണ് പെൺകുട്ടി പോലീസിനോട് സംസാരിച്ചത്. താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്ത് പരിഭ്രാന്തിയാകാതെ തികച്ചും നിസ്സംഗതയോടുകൂടിയാണ് ഈ പെൺകുട്ടി പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. താൻ അലമാര കുത്തി തുറക്കുവാൻ ശ്രമിച്ചപ്പോൾ ശിവൻകുട്ടി പിടികൂടി ശാസിച്ച വിവരവും അതിലുണ്ടായ വൈരാഗ്യവും അവൾ പോലീസിനോട് നേരിട്ട് തുറന്നു പറയുകയായിരുന്നു. തനിക്ക് ആഡംബര മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടി മാത്രമാണ് സ്വർണം മോഷ്ടിക്കാൻ പദ്ധതി ഇട്ടതെന്നും അതിന് തടസ്സം നിന്നതുകൊണ്ടാണ് മുത്തശ്ശനെ വകവരുത്താൻ സുഹൃത്തുക്കൾക്ക് നിർദ്ദേശം നൽകിയതെന്നും ഈ പെൺകുട്ടി സമ്മതിച്ചു. കൗമാരപ്രായത്തിൽ ഉണ്ടാകുന്ന അമിതമായ മൊബൈൽ ഫോൺ ഭ്രമവും അച്ചടക്കമില്ലാത്ത കൂട്ടുകെട്ടുകളുമാണ് ഈ പ്രായത്തിലും ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യുവാൻ കുട്ടിയെ പ്രേരിപ്പിച്ചത്. സാധാരണയായി ഇത്തരം കേസുകളിൽ പ്രതികളാകുന്ന കുട്ടികളെ കാണാറുള്ള ഭയമോ പശ്ചാത്താപമോ ഈ പെൺകുട്ടിയിൽ ദൃശ്യമായിരുന്നില്ല എന്നത് പോലീസിനെയും വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഈ 13-കാരി ഇത്രയും കടുത്ത ക്രിമിനൽ ചിന്താഗതിയിലേക്ക് മാറുവാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പോലീസ് ഗൗരവമായി അന്വേഷിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ നിറഞ്ഞതും അസ്വസ്ഥതകൾ നിറഞ്ഞതുമായ ഒരു കുടുംബാന്തരീക്ഷത്തിലാണ് ഈ പെൺകുട്ടി വളർന്നതെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരങ്ങൾ. മാതാപിതാക്കൾ തമ്മിലുണ്ടായ നിരന്തരമായ തർക്കങ്ങളും കുടുംബത്തിലെ സമാധാനമില്ലായ്മയും കുട്ടിയുടെ മാനസിക നിലയും സ്വഭാവ രൂപീകരണത്തെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ടാകാമെന്ന് പോലീസ് വിലയിരുത്തുന്നു. വീട്ടിൽ നിന്ന് സ്നേഹവും കൃത്യമായ നിയന്ത്രണങ്ങൾ ലഭിക്കാതെ വന്നതോടെയാണ് പെൺകുട്ടി മൊബൈൽ ഫോണിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും അമിതമായി ആകർഷിക്കപ്പെട്ടത്. അമിതമായ മൊബൈൽ ഉപയോഗിക്കുകയും വഴിതെറ്റിയ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള സഞ്ചാരത്തെയും ശിവൻകുട്ടി ചെട്ടിയാർ ശക്തമായി എതിർത്തിരുന്നു. ഇത് പലപ്പോഴും വലിയ വഴക്കുകൾക്ക് കാരണമായിട്ടുണ്ട്. തന്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നൽകുന്ന ആരെയും ഇല്ലാതാക്കാമെന്ന ചിന്തയിലേക്ക് കുട്ടിയുടെ മനസ്സ് മാറിയത് ഈ തകർന്ന മാനസികാവസ്ഥയുടെ പശ്ചാത്തലത്തിലാണ്. തെറ്റും ശരിയും തിരിച്ചറിയുവാനുള്ള വിവേകം നഷ്ടപ്പെടുകയും ആഡംബര ജീവിതത്തോടുള്ള അമിതമായ മോഹം കുട്ടിയെ കടുത്ത വൈരാഗ്യ ബുദ്ധിയിലേക്ക് നയിക്കുകയുമായിരുന്നു. കരുവാറ്റ കേസ് കേവലം ഒരു കൊലപാതക കേസ് എന്നതിനപ്പുറം ആധുനിക സമൂഹത്തിലെ കൗമാരക്കാർക്കിടയിൽ വളർന്നു വരുന്ന കടുത്ത ചിന്താഗതികളുടെയും മൊബൈൽ അഡിക്ഷനുകളുടെയും നേർചിത്രമാണ് കാട്ടിത്തരുന്നത്. ഒരു കുടുംബത്തിന്റെ തകർച്ചയും ശരിയായ മേൽനോട്ടമില്ലായ്മയും എങ്ങനെയാണ് ഒരു 13-കാരി കൊലപാതകത്തിന്റെ ആസൂത്രികയാക്കി മാറ്റിയതെന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ പറയുന്നത്. മെഡിക്കൽ ബോർഡിന്റെ ചോദ്യം ചെയ്യലിലൂടെ കുട്ടിയുടെ മനസ്സിനെ കുറിച്ചും കൂടുതൽ തെളിവുകളെ കുറിച്ചും വരും ദിവസങ്ങളിൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.